കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയുള്ള ഏകജാലക അപേക്ഷ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ് ആണ്. അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഡേറ്റുകളും ആ ഡേറ്റുകളിൽ വിദ്യാർത്ഥികൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇനി നമ്മുടെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രയൽ അലോട്ട്മെന്റ് ആണ്. ട്രയൽ അലോട്ട്മെന്റ് ഈ മാസം 16-ാം തീയതിയാണ് വരിക. ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിംഗിൾ വിൻഡോ അപേക്ഷയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരമാണത്. ജൂൺ 16, അതായത് ഈ മാസം 16-ന് ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ജൂൺ 18-ന് വൈകുന്നേരം 3 മണിക്കുള്ളിൽ നിങ്ങളുടെ സിംഗിൾ വിൻഡോ അപേക്ഷയിൽ നിങ്ങൾ വരുത്തിയ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് അപേക്ഷയിൽ ഉൾപ്പെടുത്തിയ കോളേജ് കോഴ്സുകൾ റീഷെഡ്യൂൾ ചെയ്യാനോ കൂടുതലായിട്ട് കോഴ്സുകളോ കോളേജുകളോ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുവാനും ഒക്കെ ഈ അവസരം ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞ് 16-ാം തീയതി വന്നു കഴിഞ്ഞാൽ 18-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള അവസരമാണ്. ആ സമയം അതിനുവേണ്ടി ഫലപ്രദമായി ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് വരുന്നത് ജൂൺ 21-ാം തീയതി ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് വരിക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നിർബന്ധമായും മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതുണ്ട്. മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടത് ജൂൺ 21-ാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ജൂൺ 25-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിലാണ് വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടത്. ഒരു കാരണവശാലും അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീ അടയ്ക്കാതിരിക്കരുത്. മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവർ അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സിന് കോളേജിന് മുകളിൽ ഉള്ള കോളേജുകൾ ക്യാൻസൽ ചെയ്യാനുള്ള അവസരം കൂടെ ഉണ്ട്. അത് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ എന്ന് പറയും. ഉദാഹരണത്തിന് ഒരു 10 കോളേജ് കോഴ്സിൽ നൽകിയ ഒരു വിദ്യാർത്ഥിക്ക് 4ാമത്തെ കോളേജ് കോഴ്സിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ അതിന് മുകളിൽ 3 കോളേജുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും, 3 കോഴ്സുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഈ കോളേജ് കോഴ്സിൽ ഏതെങ്കിലും ഒന്ന് ഹയർ ഓപ്ഷനിൽ ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ ആ സമയത്ത് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് മുകളിലുള്ള അടുത്ത 2 കോളേജ് കോഴ്സുകൾ മാത്രമേ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. അതല്ല, നിങ്ങൾക്ക് ലഭിച്ച കോളേജ് കോഴ്സിൽ നിങ്ങൾ പൂർണ്ണമായും സാറ്റിസ്ഫൈ ആണെങ്കിൽ ഹയർ ഓപ്ഷൻ മുഴുവനായും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച് 24-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹയർ ഓപ്ഷൻ പരിപൂർണ്ണമായി ക്യാൻസൽ ചെയ്യേണ്ടവർക്ക് അതും ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ മറ്റൊരു സംശയം, ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണ്ടോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കും. യാതൊരു കാരണവശാലും ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതില്ല. ഈ മാൻഡറ്ററി ഫീ അടയ്ക്കുക മാത്രമാണ് നിർബന്ധമായി ചെയ്യേണ്ട കാര്യം. പിന്നീട് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പ്രകാരം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അലോട്ട്മെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് ആണ്. സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് 27-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് വരുന്നതെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവർക്ക് പുതിയതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഉൾപ്പെടാതെ സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ഉടനെ മാൻഡറ്ററി ഫീ അടയ്ക്കണം. അതല്ല, ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഓൾറെഡി അപ്പോൾ തന്നെ മാൻഡറ്ററി ഫീ അടച്ചിട്ടുണ്ടാവും. അവർ സെക്കൻഡ് അലോട്ട്മെന്റ് സമയത്ത് വീണ്ടും മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാലും ജൂലൈ 2-ാം തീയതി വരെ അവർക്ക് അവരുടെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അവസരം ഉണ്ട്. അത് ആ സമയം അതിനുവേണ്ടി ഉപയോഗിക്കുക. ജൂൺ 27-ന് വരുന്ന സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ടിന് ശേഷം ജൂലൈ 1-ന് നിങ്ങൾക്ക് ക്ലാസുകൾ ആരംഭിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടെ യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ജൂൺ 27-ന് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുത്ത് ജൂലൈ 1-ന് തന്നെ നിങ്ങളുടെ ക്ലാസുകളും ആരംഭിക്കുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. അത് ജൂലൈ 3-ാം തീയതി മുതലാണ് ആരംഭിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതിനുശേഷം പിന്നീട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തേർഡ് അലോട്ട്മെന്റ് ആണ്. തേർഡ് അലോട്ട്മെന്റ് വരുന്നത് ജൂലൈ 7-നായിരിക്കും തേർഡ് അലോട്ട്മെന്റ് വരിക. അത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് തേർഡ് അലോട്ട്മെന്റ് വരിക. തേർഡ് അലോട്ട്മെന്റിൽ ആർക്കെങ്കിലും പുതിയതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരെ മാൻഡറ്ററി ഫീ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇനി അതിനുശേഷം ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് അഡ്മിഷൻ എടുത്ത് ക്ലാസ് ആരംഭിച്ചതിന് ശേഷമാണ് തേർഡ് അലോട്ട്മെന്റ് വരുന്നത്. തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യ അലോട്ട്മെന്റുകൾ പൂർണ്ണമായും തീർന്നു. ഇനി നമുക്ക് ഇതുവരെയും യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതുവരെയും അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ അലോട്ട്മെന്റ് അപേക്ഷ പുനഃക്രമീകരണം നടത്തുവാനും ഒക്കെയുള്ള ഒരു അവസരമാണ് പിന്നീട് വരുന്നത്. അത്
നിങ്ങൾക്ക് ലേറ്റ് രജിസ്ട്രേഷനും എഡിറ്റിങ്ങിനും വേണ്ടിയുള്ള അവസരമാണ്. ലേറ്റ് രജിസ്ട്രേഷനിൽ നേരത്തെ +2 CA ഒക്കെ എഴുതിയ റിസൾട്ട് അപ്പോഴേക്കും വരും. അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ജൂലൈ 20 മുതലുള്ള ലേറ്റ് രജിസ്ട്രേഷനിൽ അവർക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാൻ പറ്റും. ഇത്രയും പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിങ്ങൾ ഓർത്തു വെക്കുക. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കൃത്യമായി ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളായി ചോദിക്കാവുന്നതാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ മറുപടി തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.